നമ്മൾ നീലേശ്വരം പടിഞ്ഞാറ്റിൻകോവിൽ എന്ന സ്ഥലത്താണുള്ളത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഗാന്ധിയൻ, സാമൂഹ്യ പ്രവർത്തകൻ, മികച്ച അധ്യാപകൻ, അങ്ങനെ ബഹുമുഖ പ്രതിമയായ ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് അവരുടെ വീട്ടിലാണുള്ളത്. അദ്ദേഹം കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനാണ്. അതിലപ്പുറം ജീവകാരുണ്യ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, വിവിധ പ്രശ്നങ്ങളിൽ, വിവിധ ഇടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന സ്ഥലത്താണ്. അവിടുത്തെ പടിഞ്ഞാറ്റിൻകോവിൽ എന്ന സ്ഥലത്താണുള്ളത്. ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് എന്നുള്ള മികച്ച ഒരു അധ്യാപകൻ, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിന്ന് വിരമിച്ച, സ്റ്റാറ്റിയുടെ തലവനായിട്ട് വിരമിച്ച ഒരു മാതൃകാ അധ്യാപകൻ, NSSന്റെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വളണ്ടിയർ ആയിരുന്നു. അതിലുപരി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയൻ, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, അങ്ങനെ വിവിധ തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. സാഹിത്യ മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും ഗാന്ധിയൻ പ്രവർത്തനത്തിലായാലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. വിവിധ തുറകളിൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഇന്ന് കാണാം. നമ്മളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വന്ന ഫീച്ചറുകളൊക്കെ നമ്മളൊക്കെ മനസ്സിൽ ഇന്നും തന്നെയുണ്ട്. ഒരുപാട് സംഘടനകൾ, ഒരേ സമയത്ത് നിരവധി സംഘടനകളുടെ ഭാരവാഹിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അദ്ദേഹം ഒരു 15 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലം എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ്. എന്നാലും മറ്റ് ജില്ലകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ ഒരു ഇടപെടൽ, സാറിന്റെ മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം തന്നാൽ? ഇപ്പൊ ചെറുപ്പത്തിലെ അച്ഛൻ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അച്ഛന്റെ പേരെങ്ങനെയാണ്? വിഷ്ണു നമ്പീശൻ, TNK വിഷ്ണു നമ്പീശൻ എന്നാണ് അച്ഛന്റെ പേര്. പേരല്ലേ? അദ്ദേഹത്തിന്റെ നാട്, ഈ അച്ഛന്റെ നാട്, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് നീലേശ്വരത്താണല്ലേ? അതെ, പയ്യന്നൂരിന്റെ അടുത്ത് മാത്തില്, കാങ്കോളാർപ്പ് പഞ്ചായത്തില് ആലപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തായിരുന്നു അച്ഛന്റെ ജന്മസ്ഥലം. ഓക്കെ. ചെറുപ്പത്തില് കളിച്ചു വളർന്നതെല്ലാം ആലപ്പറമ്പിലാണ്. അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് ആലപ്പറമ്പിലായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം ചെലവഴിച്ചെല്ലാം ആലപ്പറമ്പിലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം വിശ്വകർമ്മ LP സ്കൂൾ, കുറുവേലി വിശ്വകർമ്മ LP സ്കൂൾ. അത് കഴിഞ്ഞ് മാത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂള്. അത് കഴിഞ്ഞ് പയ്യന്നൂർ കോളേജ്, ഡിഗ്രിക്ക് നെഹ്റു കോളേജിൽ, PG സ്റ്റാറ്റിസ്റ്റിക്സിൽ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, MPhil ഭാരതീയ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ, പിന്നെ PhD കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡോക്ടറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആപ്ലിക്കേഷൻസിലാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്. ജന്മദേശം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് മാത്തിൽ ആലപ്പടമ്പിലാണല്ലേ? മാത്തിൽ ആലപ്പടമ്പില്. അച്ഛന്റെ പേരെങ്ങനെയാണ്? അച്ഛൻ TNK വിഷ്ണു നമ്പീശൻ എന്ന് പറയും. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ചെറുപ്പത്തില് വലിയൊരു തറവാട്ടിലായിരുന്നു അച്ഛൻ ജനിച്ചത്. അതുകൊണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊന്നും അധികം ആലോചിച്ചിട്ടില്ല. അതുമാത്രം ചെറുപ്പത്തിലെ അച്ഛൻ്റെ അമ്മ മരിച്ചുകൊണ്ട് അച്ഛനെ നോക്കിയത് ജ്യേഷ്ഠത്തെയും അതുപോലെ ജ്യേഷ്ഠന്മാരാണ് നോക്കിയത്, വളർത്തിയതല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതില്ലാതെ, ഒരു ഗൗരവം ഇല്ലാതെ വളർന്നു. പിന്നെ മംഗലാപുരം സെൻറ് അലോഷ്യസ് കോളേജിൽ പഠനം പൂർത്തിയാക്കി. അതിനുശേഷമാണ് അന്നേരം കൊല്ലങ്കോട്ടുനിന്ന് അന്ന് TTCക്ക് ചേർന്ന്, അതുകൊണ്ട് അധ്യാപകനായിട്ട് സർവീസിൽ ചേർന്നു. അതിനുശേഷം തായേനി
തയ്യേനി കാസർഗോഡ് തയ്യേനി അവിടെ വെച്ചിട്ടാണ് അതിർത്തി ഗ്രാമം. അവിടെ HM ആയിട്ടാണ് അന്ന് റിട്ടയർഡ് ചെയ്തത്. പഴയ കാലത്ത് നടക്കന്നെ വേണം, നടന്നിട്ട് അവിടെ എത്താൻ സാധ്യതയില്ല, ബസ്സിന്റെ സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രമേണയാണ് ഒരു ബസ് വന്നത്. രാവിലെ 7 മണിക്കും തയ്യനിക്കും വൈകുന്നേരം 7 മണിക്ക് പയ്യന്നൂരേക്കും ആണ് ബസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതെ അതെ, അച്ഛൻ അവിടെ ജനങ്ങളായിട്ട് ഇടപെടുകയും LP സ്കൂൾ UP സ്കൂളാക്കി വളർത്തി, അങ്ങനെ ബസ്സിന്റെ സൗകര്യത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതെ, നല്ലൊരു മാറ്റം വന്നു സ്കൂളില്, ഹൈസ്കൂളായി. അതിന്റെ ഒക്കെ ഒരു തുടക്കം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പണ്ട് ഒരു LP സ്കൂൾ മാത്രം അതിർത്തിയിലുണ്ടായി, അത് UP ആക്കി, പിന്നീട് അത് ഹൈസ്കൂളായി മാറി. ജനങ്ങൾക്ക് ഒരു ബോധം വന്നു അത് ഹൈസ്കൂൾ ആവണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ജനങ്ങൾ കുറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതെ അതെ, അത് ഫസ്റ്റ് ബാച്ച് SLCക്ക് വന്നിട്ട് അച്ഛൻ്റെ പേരിൽ ഒരു ലോക്കർ അവിടെ ഉണ്ട്. അച്ഛൻ്റെ പേരിൽ ലോക്കർ കൊടുത്തു. കാരണം ഒരു ഉൾനാട്ടില് ഇത്തരത്തിലൊരു സംവിധാനം വേണം. ആരെങ്കിലും സഹായിച്ചാലേ, സ്പോൺസർ ചെയ്താലേ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ സർ, നിങ്ങളെ പ്രവർത്തനങ്ങൾ ഒരു ചെറിയൊരു വിവരണം. നമുക്കും ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒരു പ്രവർത്തനം ചെറുപ്പത്തിലെ അച്ഛൻ്റെ ലൈബ്രറിയില് പഴയ 40കളിലെ പുസ്തകങ്ങൾ അച്ഛൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാ ഫോട്ടോകളും ആലപ്പറമ്പിലെ ആ വീട്ടിൽ തൂക്കി വെച്ചിരുന്നു. തൂക്കിയിട്ടിരുന്നു. അവിടെയാണ് ഈ, കാരണം നമ്മളെ എല്ലാവരും അതിശിച്ചു പോകും, ഇത്രയും ഫോട്ടോസ്, സ്വാതന്ത്ര്യ ചിത്രങ്ങൾ. ഈ മയക്കുമരുന്ന്, അതുപോലെ മദ്യം, അങ്ങനെ ഒരു യുവജനങ്ങൾ മൊത്തം വഴിതെറ്റുന്ന ഒരു സാഹചര്യം. അതേപോലെ നമ്മളൊരു സംസ്കാരം, വായന, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പുതിയൊരു തലമുറ. മൊബൈലും അതുപോലെ ഇന്റർനെറ്റും അതുപോലെ നവമാധ്യമങ്ങളിലേക്ക് മാത്രം അടിമപ്പെടുന്ന, അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പം ഡോക്ടർ TM സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഗാന്ധിയൻ, അതേപോലെ അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, ആ തലത്തിൽ സാറിന് ഈ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ യുവജനങ്ങളോട് പറയാനുള്ള ഒരു നിർദ്ദേശം, നിങ്ങളുടെ കാഴ്ചപ്പാട്? ഞാൻ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അത് പഠിക്കാനും, കോളേജിൽ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് തന്നെ ഞാനാണെന്ന് എനിക്ക് പറയാം. അതിന്റെ ചുമതല എനിക്കായിരുന്നില്ല. അത് മാത്രമല്ല, അതുമല്ല അതിന്റെ കോഴ്സിനെല്ലാം പോയി കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ. അതെ അതെ, ഇപ്പൊ 1984 അപ്പൊ അവിടെയാണ് ഞാൻ ഹിന്ദി സ്വരാജ്, മഹാത്മജിയുടെ ഹിന്ദി സ്വരാജ്, ആദ്യ പുസ്തകം ഹിന്ദി സ്വരാജ് വായിക്കാൻ ഇടയായത്. അതിലൊരു വാക്ക് സ്ട്രൈക്ക് ചെയ്തു, ഈ ആധുനിക മോഡേൺ ടെക്നോളജി ഭാവിയിൽ ഈ നാടിനെ ദുരിതമായി തീരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സയൻസും ടെക്നോളജിയിലും വേണം, ഗാന്ധി അതിനെ എതിർത്തിരുന്നില്ല. അത് അതിന്റെ അമിതമായിട്ടുള്ള കടന്നു കയറ്റം ദുരിതങ്ങളായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല വേണം, പക്ഷെങ്കിൽ അത് ഒരു നാടിന്റെ ഡെവലപ്മെന്റിന് ആയിരിക്കണം അത് അത്തരത്തിൽ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മുടെ ഡിഫൻസിനോ അങ്ങനെ ആ കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും എല്ലാം കുട്ടികളിലും മറ്റെല്ലാം അതിനെല്ലാം അത് ആവശ്യം. അല്ലാതെ തൊട്ടതിന് പിടിയിൽ പറ്റിയും ഇങ്ങനെ വരികയാണെങ്കിൽ അത് കുട്ടി അടിമയായി പോകും. അടിമയായാലേ അത് സമൂഹത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും, ദുരിതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവസാനം ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഞാൻ കമ്പ്യൂട്ടറിൽ ബന്ധപ്പെട്ടെല്ലാം ഞാൻ അവിടെ ഒഴിവാക്കിയത്. അപ്പൊ എല്ലാവരും ഇപ്പം കമ്പ്യൂട്ടറിന്റെ സാക്ഷരത എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സാക്ഷരത ഇല്ലെങ്കിൽ
അവൻ നിരക്ഷനാണെന്നല്ല എന്നാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അതാണ് പറയുന്നത്. കാഴ്ചപ്പാട് പക്ഷെ അത് വലിയ അമിതമായിട്ടൊക്കെ ഉപയോഗം. അമിതമായിട്ടുള്ള ഉപയോഗം. അത് ആവശ്യത്തിന് വേണ്ടി അത് ട്രെയിൻ ചെയ്യണം. അപ്പൊ കുട്ടികൾക്ക് ഏത് കാര്യത്തിനാണ് ഇതിന്റെ ആവശ്യം വരുന്നത് അത് ആ കുട്ടികളെ പരിശീലിപ്പിച്ച് ആ മേഖലയിലേക്ക് തൊട്ടന്നെ പിടിക്കുന്നൊന്നും അത് ആക്കാൻ പാടില്ല. ഇപ്പൊ എല്ലാറ്റിനും കമ്പ്യൂട്ടറിന് തന്നെ വേണമെന്ന് പറയാമല്ല. അത് പകരം ഇപ്പൊ കമ്പ്യൂട്ടർ മേഖല ഉണ്ടല്ലോ, അതിന്റെ ജോലി സാധ്യത അല്ലെങ്കിൽ വളർച്ചക്ക് അല്ല ആ പഠിച്ചവരെ അതിന് വേണ്ടുന്ന ആൾക്കാരെ വ്യക്തികളെ അത് പഠിപ്പിച്ചിട്ട് അതിൽ പ്രാവീണ്യം വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് യുവാക്കൾക്ക് കൊടുത്തിട്ട് അതിലേക്ക് അവർക്ക് ജോലി കൊടുക്കണം. മറ്റുള്ള മേഖല ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും കൃഷി തളരാൻ കാരണം. കൃഷിയും അതുപോലെ തന്നെ ജനങ്ങളെ സസ്റ്റൈനബിളായ ഡെവലപ്മെന്റിന്റെ തകരാറ് വരുന്നിരിക്കുന്നത് ഇങ്ങനെ. അതിലെന്തുകൊണ്ട് കൃഷിക്ക് ആളില്ലാത്തത്? അതുകൊണ്ട് മറ്റുള്ള ആളില്ലാത്ത അല്ല കാരണം ഇതാണ് ഏറ്റവും. ഇപ്പം ഇന്നലെ ഒരു വാട്സപ്പിൽ കണ്ടു 1980-കളിലെ ജനങ്ങള് പ്രാധാന്യം കൊടുത്തത് എന്താണെന്നും 80-ലെ കൃഷിക്കാർ പ്രാധാന്യം കൊടുത്തത്. ഇന്ന് എന്താണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പം 2024 സാമൂഹ്യ മാധ്യമത്തിന്റെ വളർച്ച ഭയങ്കരമാണ്. അതിലൊക്കെ അങ്ങനെ വന്നിട്ടത് അതിന്റെ ഇപ്പം എല്ലാം തട്ടി ജനങ്ങളെ കബളിപ്പിച്ചിട്ടാണ് ഈ വികസനം ഉണ്ടായിട്ടുണ്ട്, രാജ്യത്തെ വികസനം ഉണ്ടായിട്ടുണ്ട് മറ്റെല്ലാം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെന്നെല്ലാം. അതുകൊണ്ട് ഞാൻ പറയും ജനങ്ങൾക്ക് യുവാക്കൾക്കെല്ലാം ഈ കൃഷിയിൽ കാർഷിക മേഖലയിലേക്ക് അവരെ ശ്രദ്ധ തിരിക്കണം. അതിന് പദ്ധതികൾ ഗവൺമെന്റ് ഇപ്പം പഞ്ചായത്ത് രാജ് മറ്റെല്ലാം വന്നു. അപ്പൊ അവർക്കത് നഷ്ടം തോന്നുകൊണ്ടാണ് അവർ ആ ഫീൽഡിലേക്ക് വരാത്തത്. അല്ലെങ്കിൽ ഇത്രയും നല്ല കാർഷിക മേഖല പോലെ തന്നെ ഒരു പ്രവർത്തനം നല്ല ഇതാണ് ഇത്രയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു മേഖല കൃഷിനെ പോലത്തെ ഇല്ല എന്നല്ലാണ് ഞാൻ പറയും. സംസ്കാരമാണ്. അതെ 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 കായിക അധ്വാനത്തിൽ കൂടി മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുള്ളൂ. അതുമാത്രം അത് നാടിന്റെ വികസനത്തിനും സാധിക്കുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതാണ് മഹാത്മജി അവിടെയും പറഞ്ഞിട്ടുണ്ട്. അധ്വാനത്തിൽ കൂടി അല്ലാതെ ഒരു സമ്പത്തിന്റെ നേടുന്നത് കട്ട കളവ് മുതലിന് തുല്യ. നമ്മുടെ കായികമായിട്ടുള്ള അധ്വാനം തന്നെ ചെയ്യുന്നുണ്ടോ? അവിടെ യുവാക്കള് അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ കാരണം എന്താ വെച്ചാല് ഇപ്പൊ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും മത്സരം മറ്റുണ്ടെങ്കിൽ നിങ്ങള് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഒരു പത്രത്തിൽ നിങ്ങളെ കുറിച്ചിട്ടൊരു ലേഖനം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് സംഘടനകളിൽ ഒരേ സമയത്ത് ഒരുപാട് സംഘടനകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടാണ്. അത് ചില സംഘടനകൾ മറ്റു സംഘടനകൾക്കായിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് സംഘടനകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് ഒരു ലേഖനം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രമുഖ പത്രത്തിൽ. അപ്പം സാറ് ഇപ്പം നാളിതുവരെ പ്രവർത്തിച്ച സംഘടനകളെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം തരുക. എവിടുന്ന് തുടങ്ങുന്നു, എങ്ങനെയാണ്, ഏതെല്ലാം സംഘടനകൾ, ചെറിയൊരു വിവരണം. എൻ്റെ പ്രവർത്തനം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് നീലേശ്വരത്തെ പത്രപ്രവർത്തകരാണ്. കാരണം ഈ ന്യൂസ് ഓരോ സംഘടനയുടെയും ബന്ധപ്പെട്ട ന്യൂസ് ഞാൻ ന്യൂസ് പേപ്പറിൽ വരാൻ വേണ്ടി കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേരം ഈ സോണിയം ഭട്ടതിരിപ്പാട് മനോരമൻ്റെ വളരെ ഫേമസ് ആണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ വന്ന് ബന്ധപ്പെടുകയും ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ എൻ്റെ പയ്യനെ ഫോളോ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നതാണ്. ഞാനവിടെ കാലിച്ചാനടക്കത്ത് ഏകതാ പരിഷത്തിൻ്റെ ഒരു ക്യാമ്പിലായിരുന്നു ഞാൻ. ബഹുജന പ്രസ്ഥാനമായ ഏകതാ പരിഷത്തിന്റെ ക്യാമ്പിലായിരുന്നു. അവിടെ വന്ന് അന്ന് ആ കുട്ടികളോട് അവരുടെ ക്യാമ്പിൽ പങ്കെടുത്തവർ ഒന്നിച്ച് ഒരു ഫോട്ടോ എടുത്ത് അതാണ് അതിലില്ലേ, അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അതാണ്. അപ്പൊ അതില്
അവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ ശ്രീ മനോരമ ശ്രീയിൽ ഉണ്ടായിരുന്നു. മനോരമ മന്ത്ലി പ്രസിദ്ധീകരിക്കുന്ന ഒരു ശ്രീ ഉണ്ടായിരുന്നു. അതിലാണ് ഈ സോണിയ ഭട്ടതിരിപ്പാട് ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എത്ര സംഘടനയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്, കാരണം ഈ ഞാൻ പറയട്ടെ, അന്ന് ആ പത്രത്തിൽ വന്ന സംഘടനകൾ ഏകദേശം എത്ര എണ്ണത്തിലുണ്ടായിരുന്നു? ഏകദേശം ആനുകാലികമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഞാൻ അനിവാര്യമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘാടക സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ സംഘാടക സമിതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ബഹുജനങ്ങളോടായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ ആയാലും വേണ്ടില്ല, പരിസ്ഥിതി ആയാലും വേണ്ടില്ല, മറ്റ് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ചില പ്രവർത്തകരായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ വിധത്തിൽ എന്നെ ഒരു നക്സലേറ്റായിട്ട് വരെ എന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതെ 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 അത്ര ഒരു തീവ്രമായിട്ടുള്ള ഒരു ആശയത്തിന് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ, അവർക്കൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങളൊരു നെക്സലൈറ്റ് ആണോ അല്ലെ, പാവപ്പെട്ടവർക്ക് അവരുടെ ചില സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടുമ്പോൾ നിങ്ങളൊരു നെക്സലൈറ്റ് ആണോ എന്ന് പോലും ചിന്തിച്ചിരുന്ന ചില ആളുകൾ അല്ലെ. സ്പെഷ്യൽ ബ്രാഞ്ച് എപ്പോഴും എന്നെ പിന്തുണർന്നായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അവര് കോളേജിലെ പ്രിൻസിപ്പാളിന് ഇത് കൊടുത്തു, ഇവന്റെ എന്താണ് ആശയം എന്താണെന്ന് അറിയാൻ വേണ്ടി. അതുപോലെ ബാലചരിത്രത്തിന്റെ മനോരമക്ക് അവർ ബന്ധപ്പെട്ടിരുന്നു. കാരണം എൻ്റെ നക്സലൈറ്റ് ആകുമ്പം താങ്ങിക്കൂടിയല്ലോ, അത് വലിയ കുറ്റമാണല്ലോ. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടിട്ട് അതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെ തന്നെ ഒരു സമാധാന പ്രിയനാന്നുള്ള ഒരു വ്യക്തി മുദ്ര ഞാൻ പതിപ്പിച്ചത് കൊണ്ട് ഞാൻ അവിടെ നിന്നല്ലേ രക്ഷപ്പെട്ടു എന്നതാണ്. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. ഒരുപാട് പരിപാടികളിൽ അതുപോലെ ഒരുപാട് സംഘടനകളിൽ നിരന്തരമായി പ്രവർത്തിക്കുമ്പോൾ ചില കോണുകളിൽ നിന്ന് നെക്സലിറ്റാണോ എന്ന് ഒറ്റ ഉദാഹരണം, ADB ബാങ്കിനെതിരായിട്ട് ഈ കേരളത്തില് ആദ്യമായിട്ട് പ്രവർത്തിച്ച ഞാനാണ്. അങ്ങനെയാണ് ഞാൻ നക്സലൈറ്റ് കരിവള്ളൂരിലെ ഒരു രജീഷ് അങ്ങനെ മറ്റുള്ള പേര്. അപ്പോൾ അവന് ആ ബന്ധപ്പെട്ടിട്ട് ആക്കി ഒരു അവസാന ഹർത്താലിലാക്കി. ഞാൻ ലീവ് എടുത്തിട്ട് അതിന് അനുകൂലം പ്രഖ്യാപിച്ചു. കോളേജിൽ അന്ന് ലീവായിരുന്നു ഞാനല്ല, ഈ ഹർത്താലിന് അനുകൂലമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇപ്പം അത് ADB വരുന്നുണ്ട്. ഇപ്പം കോർപ്പറേഷൻ്റെ കഥയിൽ കോഴിക്കോട് എല്ലാം ഈ കുടിവെള്ളത്തിൻ്റെത് അവർ ഗവൺമെൻറ് ചെയ്തിട്ടല്ലേ. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു സമരം ഓൺലൈനായിട്ട് യോഗവും മറ്റെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ട്. അത് അന്ന് ഇതിനെതിരായിട്ട് അത്രേ കയ്യിൽ വിരലെണ്ണാവുന്ന ആൾക്കാരുണ്ടോ, അതിൽ കാര്യമായിട്ട് റോള് ഞാൻ വഹിച്ചിരുന്നില്ല. അതാണ് അവിടെ നിന്നാണ് ഈ നക്സലൈറ്റ് എന്നുള്ള ഇത് വരുന്നത്. കാരണം നമ്മൾ ആശയത്തിൽ തീവ്രമാണ്. അതെ 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 അധികാരികൾക്ക് സമരം ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഭൂമി സമരം ഉണ്ടായിരുന്നു, ലാഹോപാലിൻ്റെ അതിൽ ഞാൻ സജീവമായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉണ്ടായ മാർച്ചിലും എല്ലാം ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോയ ഒരേ ഒരാൾ ഞാനാണ്. അങ്ങനെ ഭൂസമരമായിട്ട് ബന്ധപ്പെട്ടും മറ്റേ ഏത് കാര്യത്തിലും അതിനെ ഞാൻ ഈ സാധാരണ ജനങ്ങളെ അടിസ്ഥാന വർഗങ്ങൾക്ക് ദോഷകരമായി മാറുന്ന ഏതിനും ഞാൻ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സംതൃപ്തി കിട്ടിയിട്ടുണ്ട്. നെഹ്റു കോളേജ് ഇപ്പൊ നമ്മളിപ്പോ വടക്കേ മലബാറില് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ എത്ര വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ഞാൻ 2015 മുതൽ 1984 മുതൽ 2015 വരെ.